ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ മുഖം നിങ്ങൾക്ക് നല്ല വെളുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഫേസ് പാക്ക് ധൈര്യത്തിൽ ട്രൈ ചെയ്യാം. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സാധനവും നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് മുഖം നല്ല നിറവും തിളക്കവും അതേപോലെ പാടുകളൊന്നും ഇല്ലാത്ത നല്ല സുന്ദരമായ ചർമ്മത്തിന് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള നമുക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവ പൊടിയാണ് കേട്ടോ. ഉലുവ നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പൗഡേർഡായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും അതിൽ തരിതരിപ്പില്ലാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളിത് ഡെയിലി ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ആ ഒരു തരിതരിപ്പുള്ളത് യൂസ് ചെയ്താൽ അതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് തരിതരിപ്പില്ലാണ്ട് പൗഡറായിട്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂണോളം കസ്തൂരി മഞ്ഞളാണ്. ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓരോരുത്തർ പറയാറുണ്ട് ഇത് കസ്തൂരി മഞ്ഞളല്ല എന്ന്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ. അതിൽ കസ്തൂരി ഹൽദി എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങാറ്. എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് കുറച്ച് ലൂസായിട്ടുള്ള ഞാൻ അടിച്ചെടുത്തതാണ്. അത് തൈര് തന്നെയാണ്. അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് വേണേൽ പാൽ യൂസ് ചെയ്യുക. പക്ഷേ തൈരിലാണ് റിസൾട്ട് കൂടുതൽ. അപ്പോൾ തൈര് അതായത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിന് അത്രയും നമുക്ക് തൈരിടാം. അതിനൊരു കണക്ക് എന്നൊന്നുമില്ല. നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിക്കുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുഖം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറുതെ വാരി തേച്ച് കൈ കളയാൻ പാടില്ല. ഒരു 2 മിനിറ്റെങ്കിലും അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഫേസിൽ ഒരു 25 മിനിറ്റ് മിനിമം വെക്കുക. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാന്നാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം മുഖത്തേക്ക് തേച്ചാൽ മതി. ചിലർക്ക് മഞ്ഞളൊന്നും പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവരെല്ലാം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. മഞ്ഞളൊന്നും സ്കിപ്പ് ചെയ്യാനും പാടില്ല. ഈ ഒരു ഫേസ് പാക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്താൽ മാത്രമേ പറഞ്ഞതുപോലത്തെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ വെയിലത്തൊന്നും പോകാണ്ട് നിൽക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏതൊരു ഫേസ് പാക്കോ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. ഫേസ് പാക്ക് ഇട്ട് കഴുകി നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് ഇല്ലാണ്ടായിപ്പോൾ നിങ്ങൾ പുറത്തൊന്നും പോകാത്തപ്പോൾ വൈകുന്നേരങ്ങളിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കിടക്കുന്നതിൻ്റെ മുന്നേ ചെയ്താൽ മതി. ദിവസവും ചെയ്യാനാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ടാണ്. അല്ലാത്തവർ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കണ്ടിന്യൂസ് ചെയ്ത് നോക്കാം. മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പും മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.